തിരികെ വാർത്തയിലേക്ക്. തിരൂർ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ PTA കമ്മിറ്റിക്കെതിരെ രൂക്ഷ വിമർശനവുമായി തിരൂർ നഗരസഭാ ചെയർപേഴ്സൺ AP നസീമ രംഗത്ത്. 3000-ഓളം കുട്ടികൾ പഠിക്കുന്ന സ്കൂളിൽ ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങളില്ല. എന്തുകൊണ്ട് PTA ഭാരവാഹികൾ സൗകര്യങ്ങൾ ഒരുക്കിയില്ല എന്നും ചെയർപേഴ്സൺ ചോദിച്ചു. രക്ഷിതാക്കളുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ സ്കൂളിൽ സന്ദർശനം നടത്തി സംസാരിക്കുകയായിരുന്നു അവർ. 3000-ഓളം കുട്ടികൾ പഠിക്കുന്ന തിരൂർ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ചെയർപേഴ്സൺ EP നസീമ സ്കൂളിൽ സന്ദർശനം നടത്തിയത്. വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ അടിസ്ഥാന സൗകര്യം പോലും ഇല്ലാത്ത അവസ്ഥയാണ് സ്കൂളിൽ. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ശുചിമുറിയുണ്ടെങ്കിലും വൃത്തിഹീനമായ സ്ഥിതിയിലാണ് വിദ്യാർത്ഥികൾ ഉപയോഗിക്കുന്നത്. ശുചിമുറിയുടെ ചുറ്റും കാടുപിടിച്ചു കിടക്കുകയാണ്. ഇഴജന്തുക്കൾ കടന്നുകൂടാനുള്ള സാധ്യതയും കൂടുതലാണ്. സ്കൂൾ PTA, MTA ഭാരവാഹികൾ എന്തുകൊണ്ട് ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കുന്നില്ല എന്ന് ചെയർപേഴ്സൺ ചോദിച്ചു. ഹയർ സെക്കൻഡറിയും LP UP അടക്കം 3000-ഓളം കുട്ടികൾ പഠിക്കുന്ന ഒരു സ്കൂളിൽ എന്തുകൊണ്ടാണ് ഇത്രയും ശോചനീയാവസ്ഥയിൽ ടോയ്ലറ്റ് ഉള്ളത് എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതാണ്. നഗരസഭാ അധ്യക്ഷൻ എന്ന നിലയിൽ അല്ലെങ്കിൽ ഞങ്ങൾക്ക് എല്ലാ സ്ഥലങ്ങളിലും വന്ന് എല്ലാതും കൂടി നോക്കാം. അതിനാണ് ഇത്തരത്തിൽ നമ്മൾ PTA-കളെയും മറ്റും ഇത് ചുമതല ഏൽപ്പിക്കുന്നത്. പക്ഷേ ഇതൊന്നും വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ അതിന് പറ്റുന്ന ആളുകൾക്ക് മാറി അത് ആ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണം. അല്ലാതെ എല്ലാം ഏറ്റെടുത്തിട്ട് ഇത്തരത്തിൽ ഇത് വളരെ നമുക്കറിയാം. നമ്മുടെ കുട്ടികളൊക്കെ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഒരു കുട്ടി മൂത്രമൊഴിക്കാതെ പഠിക്കേണ്ട ഒരു അവസ്ഥ ഒരു സർക്കാർ സ്കൂളിൽ ഇനി ഉണ്ടാവാൻ പാടില്ല. വർഷങ്ങളോളം പഴക്കമുള്ള സ്കൂളിലെ കെട്ടിടങ്ങളുടെ അവസ്ഥയും പരിതാപകരമാണ്. നിലവിലുള്ള കെട്ടിടങ്ങൾ തകർന്നു വീഴുന്ന സ്ഥിതിയിലാണ്. സ്കൂളിലെ ശോചനീയാവസ്ഥയ്ക്ക് പരിഹാരം കാണാൻ PTA, MTA ഭാരവാഹികൾക്ക് കഴിയുന്നില്ലെങ്കിൽ സ്ഥാനത്തുനിന്ന് മാറി നിൽക്കണം. പുതിയ ശുചിമുറിയുടെ പണികൾ നടക്കുന്നുണ്ടെന്നും കേടുവന്ന ശുചിമുറികൾ വേണ്ട സൗകര്യങ്ങൾ ഏർപ്പെടുത്താൻ ഫണ്ട് അനുവദിക്കുന്നുണ്ടെന്നും ചെയർപേഴ്സൺ പറഞ്ഞു. മലബാർ ടൈംസ്, തിരൂർ.